എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഞാൻ 2-3 ദിവസമായിട്ട് സ്റ്റോറി ഇടാഞ്ഞേ എന്നുള്ളത്. കാരണം ശബ്ദം അത്രയും പോയിരിക്കുക. ജലദോഷം വന്നു കിട്ടിയാൽ ഇത് പോകുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുങ്ങുന്നത് കൊണ്ടാണ് ഇപ്പോൾ എന്നും എന്തുകൊണ്ടാണ് സ്റ്റോറി ഇല്ലാത്ത എന്ന് പറയാത്തത്. അപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേമാതിരിക്ക് എന്തെങ്കിലുമൊക്കെ അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ മുൻകൂട്ടി പറയാം എന്തുകൊണ്ടാണ് സ്റ്റോറി ഇല്ലാത്തത് എന്ന്. ശ്രീകാശി പാർട്ട് 10. ഇതേ സമയം മറ്റൊരു വീട്ടിൽ അവൾ ദേഷ്യത്തിൽ അവിടെയുള്ളതെല്ലാം എറിഞ്ഞുടച്ചു. മോളെ, എന്തൊക്കെയാ നീ ചെയ്യുന്നേ? അമ്മ, എനിക്ക് കാശി വേണം അമ്മേ, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ ഗൗരി ഈ നാടി വിറപ്പിക്കുന്ന ചെട്ടിയാരുടെ മകളാണെങ്കിൽ അപ്പാവോടമ്മ സൊല്ല് എനിക്കവനെ വേണമെന്നുള്ളത്. ഗൗരി അതും പറഞ്ഞു അവൾ അവിടെ നിന്നും അവളുടെ മുറിയിൽ കയറി ദേഷ്യത്തിൽ വാതിലടച്ചു. അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഹാളിൽ വരുമ്പോൾ കയ്യിലും കഴുത്തിലും ധാരാളം സ്വർണമാലകൾ അണിഞ്ഞ അയാൾ ഗൗരവത്തിൽ കാലിൽ കാൽ കയറ്റിവെച്ച് ഇരിപ്പുണ്ട്. കൈകൾ ദേഷ്യത്തിൽ തിരുമ്പുന്നുണ്ട്. വിരലിലും ഒത്തിരി മോതിരവുമുണ്ട്. അവർ അവിടെ വന്നതും എങ്ക പാറ് പൊന്ന് സ്വല്ലത് കേട്ടതേ? അമ്മ, அவளை நிம்மதியாக இருக்க சொல்லுங்கள், அந்த காശை நான் பார்க்கலாம். അപ്പ, അവൻ ഇന്നെന്റെ കൂട്ടുകാരിയുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. എനിക്കവനെ വേണം അപ്പ. കോരി ദേഷ്യത്തിൽ കോരി അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഏയ് അണ്ണസ്വാമി, അന്ത കാശി കൂപ്പിട്, അവൻ എൻ കുളന്തൈ അപമാനിച്ചയാർ. അയാൾ ദേഷ്യത്തിൽ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും അവളുടെ കുണ്ടകൾ അവിടേക്ക് ഓടി വന്നു. അപ്പ, എനിക്ക് കാശിയെ വേണം. അവൻ എൻ കൗത്തിൽ താലിക്കെട്ട് വേണ്ടു. അപ്പ, അവനെ ഒന്നും ചെയ്യരുത്, എനിക്ക് വേണം. ഗൗരി, ചെല്ലോ പോയി തൂങ്ങൂ, അപ്പ അവനെ പാർக்கலாம். ഗൗരി അവൾ അതും പറഞ്ഞു അവിടെ നിന്നും പോയി. അയാൾ താടിയിലൊഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തൊക്കെയോ ആലോചിച്ചു. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടും ശ്രീ മാത്രം വന്നില്ല. ശരണ്യ, നീ ശ്രീയെ വിളിച്ചു കൊണ്ടുവാ. ശരണ്യ വലിയ താല്പര്യമില്ലാതെ തന്നെ അവളുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് നല്ലതല്ല. എങ്ങനെയെങ്കിലും അവളെ ഓടിച്ചേ പറ്റൂ. അവൾ എങ്ങാനും കല്യാണത്തിന് സമ്മതിച്ചുവെങ്കിൽ എല്ലാം കയ്യിന്ന് പോകും. ശരണ്യാത്മ അങ്ങനെ ഓരോന്നാലോചിച്ചു. അവൾ പോയി വാതിൽ മുട്ടി. ശ്രീവിദ്യ, ശരണ്യ നീട്ടി വിളിച്ചുകൊണ്ട് വാതിൽ മുട്ടിയിട്ടും അവൾ വാതിൽ തുറന്നില്ല. ഓ, ഇവളെ ഇനി അവിടെ പോയി വിളിച്ചോണ്ട് വരണമായിരിക്കും. ശരണ്യ അവൾ അതും പറഞ്ഞു വാതിൽ തുറക്കാൻ നോക്കിയിട്ട് വാതിൽ ലോക്കുമാണ്. ശ്രീ വാതിൽ തുറക്ക്. അവൾ കുറിയെ വിളിച്ചു നോക്കിയെങ്കിലും ശ്രീ വാതിൽ തുറന്നില്ല. ശരണ്യ അവിടെ നിന്നും ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവളുടെ വിളി കേട്ടത് കൊണ്ട് അവളെ നോക്കുന്നുണ്ട്. അവൾ വാതിൽ തുറന്നില്ല, ഒന്നും മിണ്ടുന്നു പോലുമില്ല. ശരണ്യ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആരവ് ഇനി ആരും പോകുന്നില്ല. അവൾക്ക് വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും. ഭക്ഷണത്തിന് മുമ്പിൽ നിന്നും എണീറ്റ് പോകുന്നത് അത്ര മര്യാദയുള്ള കാര്യമൊന്നുമല്ല. അവൻ അതും പറഞ്ഞു ഭക്ഷണം കഴിച്ചു. ശരണ്യയും അവന്റെ അപ്പുറത്ത് സീറ്റ് ഒഴിവ് കണ്ടതും അവളും അവിടെ ചാടിക്കേറിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ശ്രീ വരുന്നത്. ഒരു ചുരിദാറിട്ട് ഷാൾ കഴുത്തിലൂടെ വിടർത്തി ഇട്ടിട്ടുമുണ്ട്. മുടി വിടർത്തിട്ടിട്ടുണ്ട്. അവളെ കണ്ടതും അവരെല്ലാം തിരിഞ്ഞു നോക്കി. ആ മോളോ, വാ ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് അമ്പലത്തിൽ പോകണം. ശ്രീ, മോളെ, നീ ഇങ്ങനെ പുറത്തേക്കെല്ലാം ഇറങ്ങി നിന്റെ വീട്ടുകാർ കണ്ടാൽ പ്രശ്നമാകും. എന്നെ പുറത്തു നിന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തേടി വന്നാൽ എന്നെ പറഞ്ഞു വിട്ടോളൂ. പക്ഷേ എനിക്ക് അമ്പലത്തിൽ പോകണം, പോയേ പറ്റൂ. മോളെ, അത് അമ്മാവൻ, അവൾക്കില്ലാത്ത പേടിയൊന്നും ഇവിടെ ആർക്കും വേണ്ട. പോകുന്നവർ പോയി വരട്ടെ. കാശി അവന്റെ ഗൗരവത്തിലുള്ള സംസാരം കേട്ടതും ബാക്കിയുള്ളവർ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇറങ്ങുന്നു. ശ്രീ അവൾ അതും പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി. മറ്റുള്ളവരെല്ലാം പരസ്പരം നോക്കി. എല്ലാവരിലും ആദ്യ നിറഞ്ഞിരുന്നു. മുന്നോട്ട് നടക്കുന്നവരും എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു.
അതേസമയം ഇവിടെ നെൽപ്പാടങ്ങളും കുന്നും മലയും ചോലയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ആ നാടിനെ സീതപുരം എന്ന് അറിയപ്പെട്ടു. കൊച്ചു കുടിലുകൾ ധാരാളം കാണാം. രാവിലെ വയലിനു ഉയർന്നു മറിക്കുന്ന ഒരാളെ അവന്റെ അമ്മ നീട്ടി വിളിച്ചു. മോനെ കാശി. ആ അമ്മേ. അവൻ വണ്ടി നിർത്തി അതിൽ നിന്നും ചാടിയിറങ്ങി. തലയിൽ തോർത്തെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ അവിടെ നിന്നും ചാടിയിറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി. മോനെ, നിന്നെ വിളിച്ചോണ്ട് പോകാൻ ആ ചെട്ടിയാരുടെ ആളുകളെല്ലാം വന്നിരിക്കുന്നു. നീ അവരുടെ മോളെ അപമാനിച്ചു എന്നൊക്കെയാ വന്ന് പറയുന്നത്. ഓ അമ്മ വാ. കാശി പുറകുവശത്തു നിന്നും രണ്ടുപേരും അകത്തേക്ക് കയറി. ആ ഓല വീട്ടിൽ നിന്നും അവർ മുൻവശത്തേക്ക് വരുമ്പോൾ അയാളുടെ ആളുകളെല്ലാം അവിടെ ജീപ്പിൽ വന്നു നിൽപ്പുണ്ട്. ആഹാ, ഇതാരൊക്കെ എന്നെ കൊണ്ടുവരാൻ വന്നിരിക്കുന്നേ? കാശി, നീ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നതാണ് നിനക്ക് നല്ലത്. ഗൗരി നിന്നെ കൊണ്ടേ അവിടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക ഒരു ഗുണ്ട. ഓ അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നു, ഞാൻ വന്നിട്ട് നിങ്ങൾ പോകുന്നില്ല. കാശി അവൻ അതും പറഞ്ഞു അവിടെ തറയിലിരുന്നു. അവരെല്ലാം ഒന്ന് പരസ്പരം നോക്കി. കാശി, നിന്നെ കൊണ്ടേ ഞങ്ങൾ പോകൂ. എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? കാശി അവൻ ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് ചോദിച്ചതും എല്ലാവരും ഒന്ന് ഭയന്നു പുറകിലേക്ക് പോയി. നിങ്ങൾ പറഞ്ഞു വിട്ട ആ ചെട്ടിയാർ ഇവിടെ വരട്ടെ, ബാക്കി അപ്പോ കാണാം. അപ്പോ പറഞ്ഞ പോലെ. കാശി അതും പറഞ്ഞു അവൻ തുണി മടക്കി കുത്തിക്കൊണ്ട് അവിടെ നിന്നും വയലിലേക്ക് നടന്നു പോയതും. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അണ്ണനോട് എന്ത് ചൊല്ലും? വേറൊരാൾ. വാ അണ്ണയെ പാർക്കല. ശ്രീ അവിടെ നിന്നും നടന്നു പോകുമ്പോൾ അവിടെയുള്ള കടയിൽ നിന്നും ഒരാൾ അവളെ കണ്ടതും അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. അവളെ തന്നെ നോക്കിയ ശേഷം പെട്ടെന്ന് ഫോൺ എടുത്തു. അവൻ ആർക്കോ വിളിച്ചു. ശ്രീ ഇതൊന്നും കണ്ടില്ലായിരുന്നു. അവൾ അവിടെ നിന്നും അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവൾക്ക് എന്തോ ഒരു സമാധാനം വന്ന പോലെ തോന്നി. അവൾ ദേവിക്ക് മുമ്പിൽ വന്നു നിന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. എനിക്ക് ചുറ്റും നടക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ദേവി. മനസ്സിലും ഒരു സമാധാനവുമില്ല. മുന്നോട്ട് എന്താണ്, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയില്ല. എല്ലാം ഒന്ന് സംസാരിക്കാൻ പോലും എനിക്കാരുമില്ലാതെ പോയല്ലോ. ഈ ഒറ്റപ്പെടലും ചുറ്റും നടക്കുന്ന പുതിയ സംഭവങ്ങളും എല്ലാം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. എന്താണ് ചുറ്റും നടക്കുന്നതെങ്കിലും ഒന്ന് മനസ്സിലാക്കി തരാമോ? അവൾ വേദനയോടെ പറഞ്ഞു. കണ്ണുകളെല്ലാം തുടച്ചു. അവൾ അവിടെ തന്നെ ഒരു തൂണിൽ ചാരി തന്നെ അങ്ങനെ നിന്നു. പതിയെ താഴേക്ക് ഊർന്നിറങ്ങി. ചുറ്റും നടക്കുന്നത് ഒന്നും മനസ്സിലാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാശി? ആരാണ് ശരിക്കും കാശി? ഇന്നലെ എനിക്ക് വിളിച്ചത് കാശിയോ? അതേ ശബ്ദം. അപ്പോ ഞാൻ കാണുന്നതോ അത് കാശിയല്ലേ? അപ്പോ ഞാൻ ഇന്നലെ ഫോണിലൂടെ കരഞ്ഞപ്പോൾ അമ്മേ ഇതാ വരുന്നു എന്ന ശബ്ദത്തോടെ അവൻ ഫോൺ വെച്ചതോ? കാശിക്ക് എൻ്റെ അറിവിൽ അമ്മയില്ലല്ലോ. എന്തൊക്കെയാ ഇതെല്ലാം? ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാശി ഇവിടെയുണ്ട്. ബട്ട് ഇന്നലെ കാശി എന്ന് പറഞ്ഞ് വിളിച്ചതോ? ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാ ഇന്ന് ഞാൻ ഇവിടെ വന്നത്. അവിടെ ഇരുന്നു ദേവിയെ തന്നെ നോക്കിക്കൊണ്ട് അവൾ ആവർത്തിച്ചു ചോദിച്ചു. ഒരു ഉത്തരമില്ലാത്ത ചോദ്യം പോലെ അത് അവശേഷിച്ചു. അവളുടെ അടുത്ത് ആരുടെയോ താല്പര്യം തോന്നിയതും അവൾ അയാളെ നോക്കുമ്പോൾ ഒന്ന് അമ്പരന്നുകൊണ്ട് അവൾ ചാടി എണീറ്റു. സ്റ്റോറിയിൽ ഇനിയും ഒരുപാട് തമിഴ് പറയുന്ന ഒരു സീനുകൾ വരും കേട്ടോ. പക്ഷേ തമിഴ് എഴുതിയത് ഞാനാണ്, അതുപോലെയല്ലേ ആ പറയാനെന്ന് മനസ്സിലായി. അപ്പോൾ അത് കേട്ട ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെപ്പോലെ ചിരി വരും. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടർ ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തുടരും.